നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫംഗ്ഷനുകൾ നടക്കാറുണ്ട്. ഈ ഫംഗ്ഷനുകളിലെല്ലാം ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് അതിന്റെ ഡെസേർട്ട് കൗണ്ടറിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോന്ന് അറിയില്ല, ഐസ്ക്രീം കൗണ്ടറിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇന്ന് പല ഫംഗ്ഷനുകളിലും ഡെസേർട്ട് കൗണ്ടറിൽ ഐസ്ക്രീമിന്റെ പേരിൽ കൊടുക്കുന്നത് ഫ്രോസൺ ഡെസേർട്ട് ആണ്. കാരണം ഈ ഐസ്ക്രീമിനെക്കാളും വില കുറവാണ് ഫ്രോസൺ ഡെസേർട്ടിന്. അതുകൊണ്ട് തന്നെ ഈ കാറ്ററിംഗ് സ്ഥാപനമായാലും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളായാലും ചൂസ് ചെയ്യുന്നത് ഫ്രോസൺ ഡെസേർട്ട് ആയിരിക്കും. കാണുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നിയേക്കാം, പക്ഷേ രണ്ടും രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. എനിക്കിവിടെ പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഫംഗ്ഷൻ. ഇതിനകത്ത് സജിൻ പറയുന്ന വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ഫംഗ്ഷനുകൾക്കും പോയി കഴിഞ്ഞാൽ അവിടെ ഡെസേർട്ട് കഴിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഫംഗ്ഷൻസിന് പോയി ഫുഡ് കഴിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ ക്ഷീണം, തളർച്ച, ശരീരത്തിന് ബുദ്ധിമുട്ട്, ഒരു വല്ലാത്ത അസ്വസ്ഥത, ഇതെല്ലാം അനുഭവപ്പെടുന്നില്ലേ? അതിൻ്റെ എല്ലാം പുറകിൽ നിങ്ങൾ കഴിക്കുന്ന ഫ്രോസൺ ഡെസേർട്ടിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഏത് ഭക്ഷണം കഴിച്ചിരുന്നാലും അതിനുശേഷം അല്പം മധുരം കഴിക്കുക എന്നൊരു ശീലം മലയാളികൾക്ക് കൂടുതലുള്ളത് കൊണ്ട് ഐസ്ക്രീം കൗണ്ടറുകളോ അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് ഫുഡുകളുടെ കൗണ്ടറുകളോ ധാരാളം നമ്മുടെ നാട്ടിലുള്ള ഈ ഫംഗ്ഷനുകൾക്ക് കാണാറുണ്ട്. ഐസ്ക്രീം കൗണ്ടറുകളിൽ ഏറ്റവും കൂടുതൽ പോയി നിൽക്കുന്നതോ ചെറിയ കുട്ടികളായിരിക്കും. കുട്ടികളാകുമ്പോൾ 2 or 3 തവണ ഇത്തരത്തിൽ ഐസ്ക്രീമുകൾ വാങ്ങി കഴിക്കാറുമുണ്ട്. എന്നാൽ ഈ വാങ്ങുന്നത് ഐസ്ക്രീമുകളല്ല, കൂടുതലും ഫ്രോസൺ ഡെസേർട്ടുകളാണെന്നുള്ളതാണ് വാസ്തവം. ഫ്രോസൺ ഡെസേർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് പാലിന് പകരം കൃത്രിമമായിട്ട് ഈ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, അതായത് ട്രാൻസ് ഫാറ്റിനകത്ത് മധുരം ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. പലപ്പോഴും പല ഡിസൈനിൽ പല ഐസ്ക്രീമുകളും വരുന്ന കണ്ടിട്ടില്ലേ? നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ പോയി വാങ്ങുമ്പോഴോ നമ്മൾ കോണിനകത്ത് തന്നെ പല ഷേപ്പിലും, മുകളിൽ ഷേപ്പിലൊക്കെ പല ഐസ്ക്രീമുകൾ വന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല രീതിക്ക് കുട്ടികൾ നക്കി കഴിക്കുകയും ചെയ്യും. ഈ ഇത് എന്ന് പറയുന്നത് ഐസ്ക്രീം അല്ല, ഇത് ഫ്രോസൺ ഡെസേർട്ട് ആണ്. അതായത് വെജിറ്റബിൾ ഓയിലിനകത്ത് വളരെ ഹൈഡ്രജനേറ്റ് ചെയ്തിട്ടാണ് ഇത് കട്ടിയായിട്ട് ഇതിനകത്ത് മധുരമായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് ബാധിക്കുന്നത് കരളിനെയാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നതിനും രക്തക്കുഴലിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനും, മുതിർന്നവർക്കാണെങ്കിൽ ഫാറ്റി ലിവർ മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് ടെൻഡൻസി വരെ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇത് കാരണമാണ്. അതുകൊണ്ട് വിവാഹം ചടങ്ങുകൾ, പ്രത്യേകിച്ച് വീടുകളിലുള്ള ചടങ്ങുകൾ നടത്തുന്നവർ ഭക്ഷണത്തിൽ നിന്നും അവർ വാങ്ങുമ്പോൾ മധുര പലഹാരമായിട്ട് ഫ്രോസൺ ഡെസേർട്ടുകൾ വാങ്ങുന്നില്ല അല്ലെങ്കിൽ കൊണ്ടുവരുന്നില്ല, വരുന്ന അതിഥികൾക്ക് കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മാത്രമല്ല, നിങ്ങൾ പോയി വാങ്ങി കഴിക്കുന്ന സമയത്ത് ഇത് ഫ്രോസൺ ഡെസേർട്ട് ആണോ ഐസ്ക്രീം ആണോ എന്ന് ചോദിച്ചിട്ട് വാങ്ങി കഴിക്കാനായിട്ട് നോക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കണം.